കർത്താവിനാൽ അനുഗ്രഹമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസനും കടന്നു വന്നിരിക്കുന്ന വാത്സല്യ മാതാപിതാക്കൾക്കും ഏവർക്കും തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകി തന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൂടെ ദൈവം നമ്മെ ക്ഷേമത്തോടെ കർത്താവ് പരിപാലിച്ചു. നമ്മുടെ ആത്മീക കൂട്ടായ്മകളിൽ ഒക്കെ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് സാവകാശങ്ങളെ നൽകി. തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെയും നടന്ന നമ്മുടെ പ്രോഗ്രാമുകളെ ഓർത്ത്, കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിച്ച, അവസരം ലഭിച്ച വേളകളിൽ കടന്നു വന്ന് സഹകരിച്ച, സംബന്ധിച്ച എല്ലാ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീകമായിട്ടുള്ള ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി പിന്നെയും ദൈവം നമുക്ക് നൽകുന്ന കൂട്ടായ്മകളെ അത് അലക്ഷ്യമായി വിചാരിക്കാതെ ആത്മാർത്ഥതയോടെ അതിൽ സംബന്ധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഉപവസിപ്പാനൊക്കെ അവസരങ്ങൾ ലഭിച്ച സമയങ്ങളിൽ അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ ആ കാര്യങ്ങൾ ചെയ്തവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മെ ഏൽപ്പിക്കപ്പെട്ടതായ വിഷയങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായി നമുക്ക് ഒരു പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. നാം നിലനിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, 100% അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ പ്രാർത്ഥനയാണ് കാരണമായി തീരുന്നതെങ്കിൽ, ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നാലോ, ഒരു ദിവസം പ്രാർത്ഥനയിൽ മടുപ്പ് കാണിച്ചാലോ, ചില ദിവസങ്ങൾ അതിന് കഴിയാതിരിക്കുമ്പോഴോ സാരമായ തകരാറുകളോ അത് ബുദ്ധിമുട്ടുകളോ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മെ അറിയുന്നവരും നാം അറിയാത്തവരുമായ എത്രയോ ആളുകൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള ആളുകൾ, ഒരു പക്ഷേ ഇനി കണ്ടിട്ടില്ലെങ്കിൽ പോലും മറ്റൊരാളിൽ നിന്ന് അറിയപ്പെട്ടതായ ആളുകൾ, അല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഭയോട് ഞാൻ പറയാം, സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നറിഞ്ഞ് ആ ഒരു ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ എനിക്ക് വേണ്ടി ഉണ്ട്. ദൈവമേ, ആ സഭയെ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നിരുന്ന ഒരാൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയും നമുക്ക് അനുഗ്രഹമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈനംദിനം കാണുന്നവർ മാത്രമല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നാം കാണാത്ത എത്രയോ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് നാം നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവമക്കളെ, പിന്നെയും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കുവാൻ, അതിൽ കൂടുതൽ സമയങ്ങൾ കണ്ടെത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീക ജീവിതത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പരമപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയും വചനധ്യാനവുമാണ്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ, ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ, ഇതിലേതെങ്കിലും ഒന്ന് ബലഹീനമായാൽ അതിന്റെ ക്ഷീണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥന കുറഞ്ഞു പോയാൽ അന്നത്തെ പകൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദൈവവചന ധ്യാനം, ദൈവവചന കേൾവി, ദൈവവചന പാരായണം അത് കുറഞ്ഞു പോയാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് അതുമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ബന്ധം. ദൈവത്തിന് സ്തോത്രം. അതിൽ ആത്മാർത്ഥത പുലർത്തുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന കർത്താവിന്റെ വേലയ്ക്ക് സഹായമായിരുന്നു. ഞങ്ങൾക്കും കുടുംബത്തിന് അനുഗ്രഹമായിരുന്നു. നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അത് ആശ്വാസമായിരുന്നു. നമ്മുടെ യാത്രകളിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തൊഴിൽ രംഗങ്ങളിലും ജോലിയോടുള്ള ബന്ധത്തിലായിരുന്ന ഇടങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ ദൈവമായ കർത്താവ് നമ്മെ സൂക്ഷിച്ചു. ദൈവമക്കളുടെ എല്ലാ തരത്തിലുമുള്ള സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 69-ാം സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലെ 15 വാക്യങ്ങളാണല്ലോ ഇന്ന് പകൽക്കാലം നമുക്ക് വായിപ്പാനിടയായത്. വളരെ മനോഹരമായ ആ സങ്കീർത്തനത്തിന്റെ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി വാക്യങ്ങൾ, നിരവധി വാചകങ്ങൾ, വാക്യാംശങ്ങൾ അതിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഈ ദിവസങ്ങളിലെ എന്റെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് നൽകിയ ആ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. 69-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. മതി. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എന്റെ രോമത്തിലും തലയിലെ രോമത്തിലും അധികമാണ്. ഒരുപക്ഷെ ഈ വാക്യം വായിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാക്യം വായിച്ചതെന്നൊരു സന്ദേഹം നമുക്ക് തോന്നാം. പക്ഷേ ആത്മീക ജീവിതത്തിൽ നാം എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു വാക്യം. ദൈവത്തിന് സ്തോത്രം. കാരണം കൂടാതെ
പകയ്ക്കുന്നവർ. കാരണത്തോടുകൂടി പകയ്ക്കുന്ന ആളുകളുണ്ട്. ഒരു കാരണമുണ്ട്, ന്യായമായ ഒരു കാരണം, ചോദിച്ചാൽ പറയാനൊരു കാരണം, ചൂണ്ടിക്കാട്ടാനൊരു കാരണം. എന്നാൽ ഒരു കാരണവുമില്ലാതെ പകയ്ക്കുന്നവർ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവവൈതലിനു മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനോട് ചോദിച്ചാലും അവർ പറയും എന്നെ പകയ്ക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നാം പറയുന്ന ആ പദപ്രയോഗങ്ങളായിരിക്കില്ല അവർ പറയുന്നത്. എന്നെ വെറുക്കുന്നവരെന്നോ, ഇനിയും കുറെ കൂടെ ഇന്നത്തെ ലോകത്തിന്റെ ഭാഷയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പണി വെക്കുന്ന ആളുകളെന്നോ എന്ത് വേണ്ട, അങ്ങനെയുള്ളതായ പദപ്രയോഗങ്ങളായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അവർക്കും പറയാനുള്ളത് എനിക്ക് ഒത്തിരി എതിരാളികളുണ്ട്, എനിക്കൊത്തിരി വൈരികളുണ്ട്, എനിക്കൊത്തിരി എതിർപ്പുകാരുണ്ട്. അത് ജോലി ചെയ്യുന്ന സ്ഥാനത്താണെങ്കിലും ഞാൻ പാർക്കുന്നതായ ഇടത്താണെങ്കിലും. അവിടെ കൊണ്ട് മാത്രം തീരുന്നതല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ പഠിക്കുന്നതായ ആ ക്ലാസ്സിൽ ഞങ്ങളോട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. എന്താ ഇഷ്ടക്കേടിന്റെ കാരണം? ഒരധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഏത് ചോദ്യത്തിനും ഏത് വിഷയത്തിനും മറുപടി പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയോട് മറ്റുള്ളവർക്ക് ഒരു അസൂയയാണ്. എല്ലാ വിഷയത്തിനും എല്ലാവരേക്കാൾ അധികമായി ഒന്നാം സ്ഥാനത്ത് എത്തുന്നതായ ഒരു കുട്ടിക്ക് മറ്റുള്ളവരുടേതായ ഒരു എതിർപ്പുണ്ട്. ഒരുപക്ഷേ കൂടെ സഹകരിക്കുന്ന എല്ലാവരേക്കാളും പലതിലും ഒരു മികവ് മുൻപന്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു എതിർപ്പ് കാണും. നിങ്ങൾ ശാന്തമായി നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പറയും. ഒരുപക്ഷെ പറയാൻ അവരല്പം വൈമനസ്യം കാണിച്ചാലും വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചാൽ അവർ പറയും ഞാൻ പഠിക്കുന്ന ഇടത്ത് എനിക്ക് എതിർപ്പുണ്ട്, ജോലി ചെയ്യുന്ന ഇടത്ത് എതിർപ്പുണ്ട്, ഞാൻ പാർക്കുന്ന ഇടത്ത് എന്ന് വേണ്ട എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ആരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം എനിക്ക് ഒരുപാട് എതിർപ്പുണ്ട്. ഇതൊരു ലൗകിക മനുഷ്യന് പറയുന്ന ഒരു കാരണമാണെങ്കിൽ ഒരാത്മീകന് ഇതിനേക്കാൾ കൂടുതൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്നും ഒരു എതിർപ്പുണ്ട് എന്നുള്ള കാര്യം വേദപുസ്തകം വളരെ സത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനിൽ നിന്നുള്ള എതിർപ്പുകൾ മാത്രമല്ല ഒരു ദൈവവൈതലിനുള്ളത്. അദൃശ്യ മണ്ഡലത്തിൽ ഒളിഞ്ഞു നിന്ന് അമ്പയുന്ന ഒരു പൈശാചിക വ്യാപാരം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അവിടെ പറയുന്ന 4 സംഗതികളും അദൃശ്യ മണ്ഡലത്തിൽ അടരാടുന്ന ദുഷ്ടാത്മസേനയുടെ ഓരോ വിഭാഗങ്ങളാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പര്യാപ്തമല്ലാത്ത 4 മേഖലകളാണ് ഇത് 4. ഇതിന്റെ പോരാട്ടമില്ലെന്ന് ആത്മീക ജീവിതത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ ദൈവവൈതലും പറയാൻ കഴിയത്തില്ല. അതിന്റെ പോരാട്ടമുണ്ട്. ഒരുപക്ഷെ നാം സമ്മതിക്കുന്നില്ലായിരിക്കാം, നാം അംഗീകരിക്കുന്നില്ലായിരിക്കാം. ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഭയപ്പാട് കണ്ട് ഞെട്ടി ഉണരുന്ന ഒരു അവസരമുണ്ടെങ്കിൽ നമ്മൾ പറയും അത് എന്റെ ശരീരത്തിൻ്റെതായ കുഴപ്പമാണ്. പക്ഷേ ശരിക്കും മനസ്സിലാക്കിയാൽ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നതാണെങ്കിൽ നാം പറയുന്നതിന് ഒരുപക്ഷെ ശരിവെക്കാം. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും കിടന്നുറങ്ങുന്ന കട്ടിലേന്ന് വലിച്ചു താഴെ ഇടുന്നത് പോലെ, അല്ലെങ്കിൽ അതുപോലുള്ളതായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ അനുഭവിക്കുന്ന ഈ തരത്തിലുള്ള പ്രതികൂലങ്ങൾ ഒരുപാടാണ്, ഒരുപാട് പ്രതിസന്ധികളാണ്. ആത്മീക ജീവിതത്തിൽ നന്നായി ജീവിക്കുന്ന ദൈവമക്കൾക്ക് അത് നന്നായിട്ടറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവവചനം പഠിച്ചതായ പുനലൂർ ബദേൽ ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ആ വേദപാഠശാല വർഷങ്ങൾക്ക് മുമ്പ് 1927 മുമ്പ് അത് മറ്റൊരു വ്യക്തിയുടെ അധീനതയില്ല, ഒരു ദുഷ്ടസ്ത്രീയുടെ അധീനതയില്ല. 7 ഏക്കർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു കുന്നാണ് ആ സ്ഥലം. മുസാവരി കുന്നെന്ന് പറയുന്ന ആ ഒരു കുന്ന് ഒരു ദുഷ്ടസ്ത്രീ കൊടികുത്തി വാണിരുന്നൊരു സ്ഥലമാണ്. ആ കാട് പിടിച്ചതായ സ്ഥലത്തേക്ക് ആരും പോകാറില്ല. ഇനി ആരെങ്കിലും പോയാൽ അവർ ജീവനോടെ വരാറില്ല. കാരണം കാട് പിടിച്ചതായ ആ കുന്നിന്റെ മുകളിൽ സാധാരണ കാണുന്ന പഞ്ചായത്ത് കിണറിനേക്കാൾ ഇരട്ടി വലിപ്പവും ഇരട്ടി ആഴവുമുള്ള
2, 3, 4 കിണറുകളുണ്ട്. ആ കിണറുകൾ എവിടാന്ന് ഒരു മനുഷ്യനും അറിയത്തില്ല. കാരണം 7 ഏക്കർ മുഴുവൻ വന്യജീവികൾ പോലെ, അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ, പെരുമ്പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളൊക്കെ അതിങ്ങനെ യഥേഷ്ടം വിഹരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ല. ഇവരും ഇവരുടെ കിങ്കരന്മാരും മാത്രമാണ് അവിടെയുള്ളത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഈ വ്യക്തി ഒഴിഞ്ഞുപോയ ശേഷം അത് ബൈബിൾ സ്കൂൾ ഏറ്റെടുത്തു. അവിടെ കെട്ടിടങ്ങൾ പണിതു. അവിടെ ദൈവവചന പഠനം ആരംഭിച്ചു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു പക്ഷേ ചിലർക്കെങ്കിലും അറിയാവുന്ന പാസ്റ്റർ PN സക്കറിയ എന്ന് പറയുന്ന എന്റെ ഒരു അധ്യാപകൻ കൂടെ ആയിരിക്കുന്ന അദ്ദേഹം ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിൽ ആത്മീക പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായ കാലയളവിൽ അദ്ദേഹം കുടുംബസ്ഥനാണ് എങ്കിലും ദൈവവചന പഠനത്തോടും ആത്മീക ശുശ്രൂഷയോടുള്ളതായ താല്പര്യം കൊണ്ട് ആഴ്ചയിൽ ചില ദിവസങ്ങൾ മാത്രമേ വീട്ടിൽ പോവുകയുള്ളൂ, അടുത്ത തന്റെ വീടെങ്കിലും. കോളേജിൽ ഇങ്ങനെ താമസിച്ച് കുട്ടികളുടെ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് 1 മണിയായപ്പോൾ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് തന്നെ പതിവായിട്ട് തട്ടി ഉണർത്തും. താൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. 1 മണിക്ക് തുടങ്ങിയതായ പ്രാർത്ഥന ഒരു 2 മണി 2:30 വരെ ആയി. വളരെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ പതിവിൽ കൂടുതൽ ആത്മാവിന്റെ നിറവിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലുള്ളതായ കിണറിന്റെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. ദൈവാലോചനയെ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിലെന്തോ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ജീവിതത്തിൽ അറിഞ്ഞനുഭവിച്ച ദൈവദാസൻ ആ രാത്രി 2 മണിയായപ്പോൾ തന്റെ കയ്യിലുള്ളതായ ഒരു ചെറിയ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 500 മീറ്റർ അപ്പുറത്തുള്ളതായ കിണറിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ ഒരു യൗവനക്കാരൻ ഈ കിണറിന്റെ മുകളിൽ കയറിയിരുന്ന് ഒരു കാല് കിണറ്റിനകത്തും ഒരു കാല് ഈ കിണറ്റിന് വെളിയിൽ നിൽക്കുക. അദ്ദേഹം അവന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഒരു ഭാവഭേദവുമില്ല. അദ്ദേഹം കണ്ണടച്ചുറങ്ങുക. അദ്ദേഹം തന്റെ മേൽ ഈ ആത്മാവിന്റെ ആ വ്യാപാരവും ഈ അന്തരീക്ഷം കണ്ടപ്പോൾ ഇതിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഈ അന്ധകാരത്തിന്റെ ഈ ദുഷ്ടശക്തി ഇവനെ തകർക്കാൻ വേണ്ടി രാത്രിയിൽ അവൻ കിടന്ന കിടപ്പിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാ. അദ്ദേഹം ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിച്ച് അവന്റെ തലയിൽ കൈവച്ച് ശാസിച്ചു. ഒരു കൈ അവന്റെ ശരീരത്ത് അവന്റെ കയ്യിൽ പിടിക്കുമ്പോൾ മറ്റേ കൈ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ശാസിച്ചു. അവൻ ഉണർന്നു. സാറിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, എന്താ സാറേ, നീ താഴെ ഇറങ്ങാൻ പറഞ്ഞു. സാർ ചോദിച്ചു, നീ ഈ രാത്രിയിൽ ഈ കിണറിന്റെ അവിടെ എങ്ങനെ വന്നു? സാറേ, എനിക്കറിയത്തില്ല. 9:30 ആയപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോട് ഒരുമിച്ച് 9:30, 10 മണിയായപ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ കിടന്നുറങ്ങിയതാ, അതല്ലാതെ ഒന്നും അറിയത്തില്ല. സാർ അവനെയും കൊണ്ട് അവരുടെ മുറിയിൽ ചെന്നു. കൂട്ടുകാരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നതാണ്. ആ റൂമിന്റെ സാക്ഷ അല്ലെങ്കിൽ കുറ്റിയെടുത്ത് ശബ്ദമുണ്ടാക്കാതെ ഒരു ടോർച്ചിന്റെ പോലും സഹായമില്ലാതെ ഒരു 750-800 മീറ്റർ ദൂരെയുള്ള കിണറിന്റെ അവിടെ വരെയും തട്ടി വീഴാതെ അവൻ ചെന്നു. ഞാൻ അന്ധകാര ശക്തിയെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല, എങ്കിലും ചിലപ്പോൾ ചിലർക്കൊരു സംശയം തോന്നും, അതൊക്കെ വെറുതെ പറയുന്ന, അതൊരു ഫാഷനാണെന്നോ, അല്ലെങ്കിൽ അത് ഉപദേശിമാരുടെ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ ചില ദൈവമക്കളുടെ മാത്രമുള്ള ഒരു കുത്തകയാണെന്ന് പറയുന്ന ചിന്തിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അങ്ങനെ ചിന്താഗതിയുടെ ഏതെങ്കിലും ഒരു അംശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ക്ലിയർ ആകണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ യൗവനക്കാരൻ പറഞ്ഞു, സാറേ, എനിക്കറിയത്തില്ല. സാറ് പ്രാർത്ഥിച്ചു, അവനെ കൊണ്ടുപോയി. അതിനുശേഷം അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, നമ്മളൊരു പക്ഷേ ചിന്തിക്കും ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ ചിലപ്പോൾ കിടക്കഴിഞ്ഞ് താഴെ വീണെന്നിരിക്കാം. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതിന്റെ പിന്നിൽ ഒരു ദുർശക്തി ഇല്ലെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, അല്ലെങ്കിൽ ഒരു ആത്മീകന് ഈ ലോകത്തിലുള്ളതായ വ്യക്തികളിൽ നിന്നുള്ളതായ പോരാട്ടത്തെക്കാൾ ഉപരിയായി ഒരദൃശ്യ മണ്ഡലത്തിൽ അവനോട് പോരാടുന്ന ഒരു പോരാട്ടമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരാത്മീകന് ഇതിന് രണ്ടിനോടും യുദ്ധമുണ്ട്. രണ്ടിനു മേലും അവൻ യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിൽ മാത്രമേ അവന് ജീവിപ്പാനായി കഴിയുകയുള്ളൂ. നമ്മുടെ വാക്യാംശത്തിലേക്ക് വരട്ടെ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എന്റെ തലയിലെ രോമത്തിലും അധികമാണ്. കാരണം കൂടാതെ പകയ്ക്കുന്നവർ എന്ന ഒരു പദം ഇവിടെ കാണുമ്പോൾ കാരണം കൂടാതെ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ചില വ്യക്തികളെ കുറിച്ചും സാഹചര്യങ്ങളെ കുറിച്ചും വേദപുസ്തകത്തിൽ പറയുന്നു. അത് വാക്യങ്ങൾ എടുത്ത് വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് മടങ്ങി വരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുക. 109 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു.
കാരണം കൂടാതെ എന്നോട്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ വായിച്ചത് കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ. രണ്ടാമത് നമ്മൾ വായിച്ച വാക്യത്തിൽ കാരണം കൂടാതെ എന്നോട് പൊരുതുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം കൂടാതെ പൊരുതുകയാണ്. 38-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. മതി. അപ്പോൾ നമ്മൾ വായിച്ചത് ഹല്ലേലൂയ കാരണം കൂടാതെ പൊരുതുന്നവർ. ദൈവത്തിന് സ്തോത്രം. അവർക്ക് പൊരുതാൻ ഒരു കാരണവും വേണ്ട. ഒരു കാരണവും ഇല്ലാതെ അവരെന്ത് ചെയ്യുക? പൊരുതുകയാണ്. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, പാസ്റ്റർ എന്താ കാരണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷേ എനിക്കെതിരെ എപ്പോഴും എന്തോ ഉണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു പ്രതിസന്ധി. ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യം. ഒരു കാരണവും വേണ്ട. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. ഞാൻ ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്നത്തെ മനുഷ്യൻ കാണിക്കുന്നത് പോലെ എനിക്കുള്ള 4 സെന്റിൽ അപ്പുറത്ത് 1/4 സെന്റ് പോലും സ്വന്തമാക്കാനുള്ള യാതൊരു പരിപാടികളും ഞാൻ കാണിക്കുന്നില്ല. വിട്ടുകൊടുത്തിട്ടുള്ളതല്ലാതെ ഞാനൊന്നും വെട്ടിപ്പിടിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം പോലും എനിക്കൊരു സ്വസ്ഥതയില്ല. എന്നോട് കാരണം കൂടാതെ പൊരുതുന്നവർ അനേകർ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, കാരണം കൂടാതെ പകയ്ക്കുന്നവർ അനേകരെന്ന ദൈവവചനം പറയുമ്പോൾ രണ്ടാമത് മറ്റൊരു വചനം പറയുന്നു, കാരണം കൂടാതെ പകയ്ക്കുന്നവർ. ഒരുപക്ഷെ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് അവരോട് ചോദിച്ചാൽ പോലും അവർക്ക് പറയാൻ കാരണമൊന്നുമില്ല. എന്നാൽ മനസ്സ് തുറന്ന് സംസാരിപ്പാൻ കഴിയാതെ, മനസ്സ് തുറന്ന് ഒന്ന് അടുത്തിരുന്ന് കൈ തരാൻ കഴിയാതെ, അല്ലെങ്കിൽ ഒന്ന് ആത്മീകമായി ഒരുമിച്ച് സന്തോഷിക്കാൻ കഴിയാത്ത നിലയിൽ അകന്നു നിൽക്കുന്ന സാഹചര്യം. ആർക്കും അറിയത്തില്ല. ഈ പാർട്ടികൾ, ഈ വ്യക്തികൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല എന്താ സാഹചര്യം. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, കാരണം കൂടാതെ എന്നോട് പൊരുതുന്നവർ പെരുകിയിരിക്കുക. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇന്നലകളേക്കാൾ കൂടുതൽ 2010-ലുള്ളതിനേക്കാൾ 2015-ൽ അതിന്റെ എണ്ണം കൂടി. 2015-നേക്കാൾ 2016 ആയപ്പോൾ എന്നോട് കാരണം കൂടാതെ പൊരുതുന്നവരുടെ എണ്ണം കൂടി. അത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല. ഞാൻ പറയട്ടെ, ദൈവം നിന്നെ മാനിക്കുകയും നീ ദൈവത്തെ ഭയപ്പെടുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികൂലമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണവും വേണ്ട. ഒരു കാരണവും അതിന് ആവശ്യമില്ല. നിനക്കും എനിക്കും വിരോധമായി അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഏത് ദൈവവൈതലിനും എതിരായി പ്രതികൂലങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. പൊരുതുന്നവർ ഇങ്ങനെ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ഒരു കാരണവും വേണ്ട. എന്താ കാരണമെന്നുള്ളത് നമുക്കും അറിയത്തില്ല, എന്താ കാരണമെന്നുള്ളത് അവർക്കും അറിയത്തില്ല. പക്ഷേ ആ പോരാട്ടം കുറയുന്നില്ല. അവരിങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അല്ല, 35-ാം സങ്കീർത്തനം നമുക്കറിയാം, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് അവിടുന്ന് പൊരുതണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വലിയൊരു പോരാട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ മാനുഷികമായ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്കിതിനകത്ത് പൊരുതേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി പോരാടുവാൻ, നമുക്ക് വേണ്ടി പൊരുതുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നലകളേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇങ്ങനെ പൊരുതുന്നവരുടെ എണ്ണം കൂടി വന്നാലും ദൈവമക്കളെ ഭാരപ്പെടരുത്. ദൈവത്തിൽ നീ ആശ്രയിച്ച് ദൈവത്തിൽ ഉറച്ച് മുന്നോട്ട് പോയാൽ സഹായിപ്പാൻ സ്വർഗത്തിൽ ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാരണം കൂടാതെ പകയ്ക്കുന്നവർ, രണ്ടാമത് കാരണം കൂടാതെ പൊരുതുന്നവർ. തീർന്നില്ല. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കാം. അതിന്റെ വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യം. കാരണം കൂടാതെ എന്റെ ശത്രുക്കളായവർ. ഒരു കാരണവുമില്ല. അതിനോട് ചേർന്ന് 35-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം കൂടെ വായിച്ച്. 35-ാം സങ്കീർത്തനം 19-ാം വാക്യം. വെറുതെ എനിക്ക് ശത്രുക്കളായവർ. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ആദ്യം വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിച്ചു, കാരണം കൂടാതെ എനിക്ക് ശത്രുക്കളായവർ. ഒരു കാരണവുമില്ല, പക്ഷെ അവരെന്റെ ശത്രുക്കളാ. ഇവിടെ 35-ാം സങ്കീർത്തനത്തിൽ വായിച്ചു, വെറുതെ എനിക്ക് ശത്രുക്കളായവർ. ഞാൻ ആ വചനം ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചു നോക്കി. എങ്ങനെയാ വെറുതെ ശത്രുക്കൾ ഉണ്ടാകുന്നത്? എങ്ങനെയാ വെറുതെ ഒത്തിരി ശത്രുക്കൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഈ ഇരിക്കുന്ന സദസ്സിൽ ഒരാളോട് എനിക്കൊരു ഭാരമുണ്ടെന്നിരിക്കട്ടെ, കൃപയാൽ ഇതുവരെ അങ്ങനെയില്ല, ഉണ്ടാകാതിരിക്കട്ടെ.
അപ്പോൾ ആ ഒരു വ്യക്തിയോടൊരു ഭാരം എനിക്ക് തോന്നി. ഞാൻ ആ വ്യക്തിയോട് സഹകരിക്കുന്നില്ല, ആ വ്യക്തിയോട് ഞാൻ മിണ്ടുന്നില്ല, ആ വ്യക്തിയോട് യാതൊരു തരത്തിലുള്ളൊരു സഹകരണവും പുലർത്തുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയം അറിയാവുന്ന ഒരാള്, അദ്ദേഹത്തോട്, ആ വ്യക്തിയോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ട് ആ വ്യക്തിയോടും എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ സഹകരിക്കുന്നില്ല. അങ്ങനെ ആ എണ്ണം കൂടി വരിക. ഞാൻ ഒന്നുകൂടെ പറയാം. അല്ലെ, രണ്ടുപേർക്ക് തമ്മിൽ ഒരല്പഭാരമുണ്ടായി. മൂന്നാമതൊരാൾ ഈ രണ്ടുപേരോടും വളരെ സ്ഥായിയുള്ള ഒരാളാണ്. എന്നാൽ എ എന്ന് പറയുന്ന വ്യക്തിയോട് ആ വ്യക്തിക്ക് ഇച്ചിരി സ്ഥായി കൂടുതലുണ്ടെങ്കിൽ ഈ മറ്റേ അവരനോട് ഒരു പ്രയാസവും ഇല്ലെങ്കിൽ ആ വ്യക്തിയോട് എന്ത് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. നാലാമതൊരാളൂടെ വന്നു. ഈ ഒന്നാമത്തെ ആളിനോട് ആ വ്യക്തിക്ക് കുറച്ചുകൂടെ താല്പര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് യോജിച്ച് നിൽക്കുന്നത് കൊണ്ട് മറ്റേ വ്യക്തിയോട് മിണ്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാനും ആ വ്യക്തിയുമായിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഈ അടുത്ത നാളുകളായിട്ട് ഒരു സഹകരണം ഇല്ല, ഒരു കാരണവുമില്ല. വെറുതെ ശത്രുക്കളാകുക, വെറുതെ ശത്രുക്കളുടെ എണ്ണം അതങ്ങ് പെരുക്കുകയാണ്. ദൈവമക്കളെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളും ചിലപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരു കാരണവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊന്നും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിടിച്ചു പറിച്ചിട്ടല്ല, നാം ആരെയും തള്ളിയിട്ടല്ല, നാം ആർക്കും എതിരായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടല്ല, ആരുടെയും നന്മകൾ നമ്മൾ മുടക്കിയിട്ടല്ല, ആരുടെയും ജീവിതത്തിൽ നമ്മൾ അപവാദം പറഞ്ഞിട്ടല്ല, ആരുടെയും ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തിയിട്ടല്ല. നമ്മുടെ കയ്യിൽ ഒരു ദ്രോഹം ഒന്നും ഉണ്ടാകാതിരിക്കുമ്പോഴും ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, വെറുതെ ശത്രുക്കളായവർ, വെറുതെ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴും ദൈവമക്കളെ, നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് വചനം പറയുന്നു. അത് ഞാൻ വേഗത്തിൽ ആ ഭാഗത്തേക്ക് കടന്നു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം കൂടാതെ പകയ്ക്കുന്നവരുണ്ട്, കാരണം കൂടാതെ പൊരുതുന്നവരുണ്ട്, കാരണം കൂടാതെ ശത്രുക്കളായവരുണ്ട്. ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അതിലൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 35 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 35 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം. അപ്പൊ അവിടെ ശ്രദ്ധിക്കണമേ, അവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു. അടുത്തത്, കാരണം കൂടാതെ അവർ എന്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. ഒന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്നത്, കാരണം കൂടാതെ അവർ എനിക്ക് വേണ്ടി വല ഒളിച്ചു വെച്ചു. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ ഒരു വിശ്വസ്തന. അവന്റെ ജീവിതത്തിന്റെ തെറ്റ് ഒന്ന് വെളിപ്പെടുത്താൻ പലരും വളരെ പരിശ്രമങ്ങൾ ചെയ്തിട്ട് പോലും ആ പരിശ്രമങ്ങൾ കൊണ്ട് ഒന്നും സാധിക്കാതിരുന്നപ്പോൾ രാജ്യം സംബന്ധിച്ച കുറ്റം കണ്ടെത്തുവാൻ അവർ വളരെ പരിശ്രമിച്ചു. കഴിയാതിരിക്കുന്ന വേളകളിൽ ന്യായപ്രമാണം സംബന്ധിച്ച്, ദൈവമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് ഒരു തകരാറ് കണ്ടുപിടിച്ച് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ ദാനിയേലിനെതിരെ ചില ആളുകൾ അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. നമുക്കറിയാം, അവർക്കറിയാം, ഈ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു വല വിരിക്കുന്നത് കൊണ്ട്, ഈ ഒരു വല ഒളിച്ചു വെക്കുന്നത് കൊണ്ട് ദാനിയേൽ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനല്ലാതെ വേറെ ആരും എന്ത് ചെയ്യത്തില്ല, അതിനകത്ത് അകപ്പെടത്തില്ല. ഇവർക്ക് നന്നായിട്ടറിയാം. ഈ വല ഒളിച്ചു വെച്ചവർക്കറിയാം, ഈ ഒരു വല ദാനിയേലിന് മാത്രമേ വരികയുള്ളൂ, ഈ വലയിൽ ദാനിയേൽ മാത്രമേ വീഴത്തുള്ളൂ. ശ്രദ്ധിക്കണമേ, കാരണം കൂടാതെ. ഹല്ലേലൂയ. അവർ എനിക്ക് വേണ്ടി ഒരു വല ഒളിച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ ഒരു സ്ഥാനത്തേക്ക് രാജാവാക്കി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നു എന്നുള്ളതൊഴിച്ചാൽ അവൻ ആർക്കും ഒരു തെറ്റ് ചെയ്യുന്നില്ല. 120 ദേശാധിപതിമാർക്ക് ഒരു തെറ്റും ചെയ്യുന്നില്ല. ഈ 2 അധ്യക്ഷന്മാർക്ക് അവനൊരു ദോഷവും ചെയ്യുന്നില്ല. തന്നെ ഏൽപ്പിച്ച കണക്ക് വളരെ കൃത്യതയോടുകൂടെ അവൻ കൈകാര്യം ചെയ്യുന്നു. ആർക്കും അവനൊരു ദോഷവും ചെയ്യുന്നില്ല. പക്ഷേ കാരണം കൂടാതെ അവനെതിരായി ഒരു വല ഒളിച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് നമ്മൾ അവിടെ കേട്ടല്ലോ, കാരണം കൂടാതെ അവർ എന്റെ പ്രാണന് വേണ്ടി ഒരു കുഴി കുഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. അതിന്റെ അനന്തരഫലമായി സിംഹങ്ങളെ ഇട്ടിരുന്നതായ ഒരു കൂട്ടിലേക്ക്, ഒരു കുഴിയിലേക്ക് അവനെ കൊണ്ടുവന്നിടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതിന് ഒരു കാരണമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലിന് ഇങ്ങനെയുള്ളതായ താഴ്ചകൾ വരുമോ? ഇങ്ങനെയുള്ള തകരാറുകൾ വരുമോ? ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ
ലോകം ഒരുപക്ഷെ പറയുമായിരിക്കാം അവനിലെ പോരായ്മകൾ കൊണ്ട്, അവനിലെ തെറ്റുകൾ കൊണ്ട്. എന്നാൽ ദൈവമക്കളെ, 122 ശത്രുക്കൾ പോലും അവന്റെ ജീവിതത്തിലെ ഒരു ഭാഗത്തെ ഒരു ചെറിയ ന്യൂനത കണ്ടുപിടിക്കാൻ വളരെ പരിശ്രമം ചെയ്തിട്ട് പോലും അവർക്കൊന്നും കണ്ടെത്താതിരുന്നപ്പോൾ അത്ര നിഷ്കളങ്കനായിരുന്നു, അത്ര വിശ്വസ്തനായിരുന്നു ദാനിയേലെങ്കിൽ അവന് ഒരു വല അവർ വിരിച്ചു, അതിലവൻ അകപ്പെട്ടു. അവന് വേണ്ടി അവരൊരു കുഴി കുഴിച്ചു, ആ കുഴിയിൽ അവൻ വീഴാനിടയായി. പക്ഷെ അതിന്റെ അനന്തരഫലം നമുക്കറിയാം. അതിന്റെ ഹല്ലേലൂയ തുടർന്നുള്ളതായ ആ റിസൾട്ട് നമുക്കറിയാം. അവിടെ കൊണ്ട് തീരും എന്നുള്ള ഒരു വലിയ ചിന്ത അവർക്കുണ്ട്. ഇന്നലകളിൽ കഴിഞ്ഞ ചരിത്രങ്ങളിൽ സിംഹത്തിന്റെ കൂട്ടിലേക്ക് ജീവനോടെ എറിയപ്പെട്ട ഏത് മനുഷ്യനുണ്ടോ അവരെയൊക്കെ സിംഹം തകർത്തിട്ടുണ്ട്. അതോടെ അവരുടെ ജീവിതം അവിടം കൊണ്ട് അവസാനിച്ചിട്ടുണ്ട്. അതിലൊരുത്തനായി തീരണമെന്നൊരു ആഗ്രഹം ഇവരുടെ ഉള്ളത്തിലുണ്ട്. ഒരുപക്ഷെ ഇവന്റെ പൊസിഷനോ ഇവന്റേതായ നിലവാരമോ ഇവന് ലഭിക്കുന്ന ശമ്പളമോ ഇവന് ലഭിക്കുന്നതായ ആനുകൂല്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള വ്യാമോഹമോ രാജാവിനോട് ഇവനുള്ള അടുപ്പമോ അല്ലെങ്കിൽ രാജാവിന് ഇവനോടുള്ള അടുപ്പമോ ഇവന് രാജാവിനോടുള്ള അടുപ്പമോ എന്താ കാരണമെന്നുള്ളത് നമുക്കറിയത്തില്ല. വെറുതെ കാരണം കൂടാതെ വല ഒളിച്ചു വെക്കുകയാ, കാരണം കൂടാതെ അവന് വേണ്ടി ഒരു കുഴി കുഴിക്കുകയാ. പക്ഷെ നമുക്കറിയാം അവിടെയും തോറ്റുപോകാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, നീ നിഷ്കളങ്കതയോടെ നിൽക്കുമ്പോൾ ചില താഴ്ചകൾ ഉണ്ടായെന്നിരിക്കാം, ചില വീഴ്ചകൾ ഉണ്ടായെന്നിരിക്കാം. ഒരു പക്ഷേ ജീവിതത്തിന്റെ തകരാറിലേക്ക്, തകർച്ചയിലേക്ക് അല്ല ജീവിതം നിബന്ധിച്ചു എന്ന് തോന്നിയെന്നിരിക്കാം. എല്ലാവരും മറുത്തു പറയുമ്പോഴും എല്ലാവരും വിടക്കെന്നെണ്ണുമ്പോഴും അവിടെ ഒരു കാര്യം ഓർത്തു കൊള്ളണം. നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, ഹല്ലേലൂയ, നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ട്, നിനക്ക് വേണ്ടി അവസാനത്തെ തുള്ളി അല്ല രക്തം വരെയും ഊറ്റിയ ഒരു കർത്താവുണ്ട്, നിന്നെയും വീണ്ടെടുക്കുവാൻ ചൊരിഞ്ഞ ഒരു കർത്താവ്, ഹല്ലേലൂയ, ആ രക്തം ഊറ്റി അവൻ ജീവിക്കുന്നുണ്ട്, അവൻ നിന്നെ കൈവിടുകയില്ല. ഇനി നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വേഗത്തിൽ ഞാൻ കടന്നു വരട്ടെ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ. ഈ കാരണം കൂടാതെ പകയ്ക്കുന്നവരുടെ 1-2 പ്രത്യേകത വേദപുസ്തകത്തിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. സദൃശവാക്യം 26-ന്റെ-24. പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കും. നമ്മൾ വളരെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാനും നമ്മുടെ പ്രിയ സഹോദരൻ പ്രമോദ് ബ്രദറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ പാട്ടൊക്കെ പാടുന്ന സജി ബ്രദറിനെ കുറിച്ച് സന്ദർഭവശാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കട്ടെ. അപ്പൊ ഞാന് പ്രമോദ് ബ്രദറിനോട് പറയുക, പുള്ളിയുടെ പാട്ടത്ര ശരിയല്ല. അപ്പൊ എന്നോട് പ്രമോദ് ബ്രദർ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറയല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയാം, അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ആ പാട്ട് ഒരു സുമാറും ഇല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സജി ബ്രദർ മുന്നോട്ട് വന്നപ്പോ ഞാൻ ആ സജി ബ്രദറിന് കൈ അങ്ങോട്ട് കൊടുത്ത്, എന്റെ സജി ബ്രദറെ, ഇതുപോലെ പാടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തില് അറിയാവുന്ന ഭക്തിഗാനങ്ങൾ പാടുന്ന ഏതെങ്കിലും 1-2 പേരുടെ പേരൂടെ ഞാൻ അങ്ങ് പറഞ്ഞിട്ട് പറയുകയാ, താങ്കൾ അവിടെ നിന്ന് പാടുന്ന കണ്ടപ്പോൾ ഞാൻ തോന്നി ഇന്നാരാ അവിടെ നിന്ന് പാടുന്നതെന്ന്. നോക്കിക്കേ, പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നാം ഒരാളെ വെറുത്തു കഴിയുമ്പോൾ, ഒരാളെ പകച്ചു കഴിയുമ്പോൾ അധരം കൊണ്ട് വേഷം ധരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടേതായ ഉള്ളിലെ ആ പക അത് അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ച് ഹല്ലേലൂയ അധരം കൊണ്ട് മറ്റൊരു നിലയിൽ പറയരുത്. ഹല്ലേലൂയ. ഈ പക ജീവിതത്തിലേക്ക് കയറി വന്നാൽ, സദൃശവാക്യത്തിലെ ആ വാക്യം നമുക്കറിയാമല്ലോ, ഈ പകയുടെ ഒരു അനന്തരഫലം, ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് പക വഴക്കുകൾക്ക് കാരണമാണ്. ദൈവത്തിന് സ്തോത്രം. പക വഴക്കുകൾക്ക് കാരണമാണ്. സദൃശവാക്യം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് അത് കാണുന്നത്. എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചാട്ട്. പക വഴക്കുകൾക്ക് കാരണമാണ്. ദൈവത്തിന് സ്തോത്രം.
നമ്മെ പകയ്ക്കുന്നവർ കണ്ടെന്നിരിക്കുക. ഹല്ലേലൂയ. അതിന് കാരണം ഒന്നും നമ്മുടെ പക്കലില്ല. നാം എത്ര ചിന്തിച്ചാലും, നാം എത്ര ആലോചിച്ചിട്ടും ആ വ്യക്തി എന്നോട് പകയ്ക്കാൻ കാരണം എന്തെന്ന് പ്രാർത്ഥിച്ചു നോക്കിയാലും ഉപവസിച്ചു നോക്കിയാലും, എത്ര ചിന്തിച്ച് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഡീലിങ്സുകളൊക്കെ വളരെ ശരിയായ നിലയിൽ അപഗ്രഥിച്ചു നോക്കിയിട്ട് ഒന്നും കാരണമില്ല. പക്ഷേ ആ വ്യക്തിക്ക് നമ്മളോട് എന്താ? പകയാ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പകയ്ക്കുന്നവർ പകച്ചു കൊള്ളട്ടെ. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താ? പകയ്ക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മനോഭാവം എന്താ? 1-2 വാക്യങ്ങളുടെ വേഗത്തിൽ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കാം. ആവർത്തന പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം വായിക്കാം. അതിന്റെ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 23-ന്റെ 22-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 23-ന്റെ 22-ാം വാക്യം. ആ വായിച്ച വാക്യത്തിന്റെ പാരഗ്രാഫ് ആരംഭിക്കുന്ന പദം ഇങ്ങനെയാണ്: നിന്റെ മുൻപാകെ ഞാൻ നിന്നെ നടത്തുവാൻ ഒരു ദൂതനെ എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആ ദൂതന്റെ വാക്ക് നീ എന്ത് ചെയ്യണം? കേൾക്കണം. അവനോട് വിഘടിക്കരുത് എന്ന് പറഞ്ഞു വന്ന ശേഷമാണ് 22-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, അല്ലെ, നീ ആ ഒരു പ്രമാണത്തിൽ നിന്നാൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? പകയ്ക്കും. നിന്നെ ജരിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ജരിക്കും. അപ്പൊ അകാരണമായി, യാതൊരു കാരണമില്ലാതെ, ഒരു റീസൺ ഇല്ലാതെ നമ്മെ പകയ്ക്കുന്ന ആളുകൾ, നമുക്ക് ശത്രുക്കളായി തീർന്ന ആളുകൾ, നമ്മോട് പൊരുതുന്ന ആളുകൾ, നമുക്ക് മുമ്പിൽ വലവിരിക്കുന്നവർ, നമുക്കെതിരായി കുഴി കുഴിക്കുന്നവർ, ഇതൊക്കെ കാരണമില്ലാതെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് ഒത്തിരി ഭാരം ഉണ്ടായെന്നിരിക്കുക, നമുക്ക് ഒത്തിരി പ്രയാസം തോന്നിയെന്നിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഇടിഞ്ഞെന്നും ഇരിക്കാം. സങ്കീർത്തനത്തിൽ നമ്മളങ്ങനെ കാണുന്നല്ലോ, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുടിച്ചിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ കർത്താവേ, എന്റെ പക്കൽ അനീതി ഇല്ലല്ലോ, എന്റെ പക്കൽ ദൈവം മുൻപാകെ പരമാർത്ഥതയോടെ കൈ മലർത്തുമ്പോഴും ഒരു ദ്രോഹമില്ലെന്ന് ദൈവം തമ്പുരാനും അറിയാവുന്ന ഒരു പരമാർത്ഥ ഹൃദയമുള്ള, അത് തുറന്നു പറയാൻ കഴിയുന്ന ദൈവപൈതലും ദൈവസന്നിധിയിൽ പറയും, കർത്താവേ, ഹല്ലേലൂയ, എന്റെ ജീവിതം ഇതാണ്, നിഷ്കളങ്കതയോടെ ഞാൻ നിന്റെ മുൻപാകെ ജീവിക്കുമ്പോഴും എന്നെ പകയ്ക്കുന്നവരും എനിക്ക് ശത്രുക്കളായുള്ളവരും എന്നോട് പൊരുതുന്നവരും ഒക്കെ അനേകരാണല്ലോ എന്നോർത്ത് സങ്കടപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം അവരോട് പറയുകയാണ്, നിന്നെ പകയ്ക്കുന്നവരെ നീ എന്ത് ചെയ്യരുത്? പകയ്ക്കരുത്. അവര് പകച്ചോട്ടെ, അവരേത് അറ്റം വരെയും നിനക്കെതിരെ പോകട്ടെ, എന്ത് ദോഷവും നിനക്കെതിരെ ചെയ്യട്ടെ. ഞാനൊരിക്കല് ദൈവമക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നാ എന്റെ ചിന്ത. ഒരു ദൈവ പൈതലിന്റെ ഒരു വിശ്വാസിയുടെ പറമ്പിനതിരിൽ നിൽക്കുന്ന വൃക്ഷത്തൈകൾ ഒരു ദിവസം താനിങ്ങനെ ചെന്ന് കടന്ന് തന്റെ പറമ്പ് വീക്ഷിച്ചപ്പോ താന് കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് നടന്ന വൃക്ഷത്തൈകൾ ചിലതൊക്കെ പറിച്ചിട്ടേക്കുന്നത് കണ്ടു. അദ്ദേഹം വന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എന്ത് സംഭവിച്ചു? അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എന്റെ റബ്ബർ തോട്ടത്തിന്റെ അതിരിലൊക്കെ വെച്ചിരുന്ന തേക്കിന്റെയും ആഞ്ഞിലിയുടെയും ഒക്കെ നല്ല വളമിട്ട് വളർത്തിക്കൊണ്ട് വന്ന തൈ ചിലതിന്റെ മണ്ട ഒടിച്ചിട്ടേക്കുന്നു, കാറ്റ് വന്ന് ഒടിഞ്ഞതല്ല, അത് നുള്ളി ഒടിച്ചിട്ടേക്കുക, ചിലത് ചെറിയ തൈകൾ പിഴുതിട്ടേക്കുക. ഇത് ചെയ്തതാരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അദ്ദേഹത്തോട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ, അച്ഛാ, നമുക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഇനി അവർ ചെയ്യുന്ന ദ്രോഹങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ അടുത്ത കാലത്ത് വിശ്വാസി വന്ന ഈ അച്ചായനെ ദൈവവചനം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരച്ചായൻ, പണ്ട് വിശ്വാസിൽ വന്ന ഒരു അച്ചായൻ അവിടോട്ട് വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ദാനിയേൽ എന്തുവാ പാസ്റ്ററോട് സങ്കടം പറയും? ഞാൻ പറഞ്ഞു, അച്ഛാ, ഇങ്ങനൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഈ അച്ചായനെ എന്നെ കേൾക്കുക, അച്ചായനോട് പറയുക, പ്രാർത്ഥിച്ചാൽ പോരാ പാസ്റ്ററെ, പ്രവർത്തിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ പ്രവർത്തിക്കേണ്ടിയേ? എന്റെയും പറമ്പിൽ കഴിഞ്ഞ ആഴ്ച ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി,
എൻ്റെ 4 തൈ ഒരുത്തം പിഴുതപ്പോൾ ഞാൻ അവൻ്റെ 8 തൈ പിഴുതു. അതോടെ അവൻ്റെ പിഴിയിൽ അവസാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവന് മനസ്സിലായി ഞാൻ അവനെക്കാട്ടി വലിയ പുള്ളിയാണ്, ഇനിയും പിഴുതാൽ അത് ഇരട്ടിക്കുമെന്നുള്ളത് മനസ്സിലായി. ഇതാ ആളുകളുടെ മനോഭാവം. ഒരു കാരണവുമില്ലാതെ പകയ്ക്കുന്നവർ, ദ്രോഹിക്കുന്നവർ. നാം ചിന്തിക്കും, കർത്താവേ, ഞാനൊന്നിനും പോകുന്നില്ലല്ലോ, ഒരന്യായത്തിനും പോകുന്നില്ലല്ലോ, ഒരു ദോഷത്തിനും പോകുന്നില്ലല്ലോ, ആരോടും ഞാനൊരു വെറുപ്പ് കാണിക്കുന്നില്ലല്ലോ. ആത്മീയരായ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവമക്കളായ നാമും ഒരു പക്ഷേ ചിന്തിക്കും, കർത്താവേ, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് നല്ല മനസാക്ഷിയോടെ ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും അനാഥത്വം വരുത്തുന്ന അനുഭവങ്ങൾ പോലെ ജീവിതത്തിൽ പകയുടെയും വിദ്വേഷത്തിന്റെയും അനുഭവങ്ങൾ, നുരഞ്ഞു പോകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ ഒത്തിരി വേദനകൾ തോന്നും. പക്ഷേ വചനം പറയുന്നു, പകയ്ക്കുന്നവരോട് നീ എന്ത് ചെയ്യരുത്? പകയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പകയ്ക്കുന്നവരോട് നീ പകച്ചാൽ എന്റെ ദൈവത്തിന് അല്ലെങ്കിൽ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, അല്ലെ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ദൈവത്തിന് സ്തോത്രം. അവരെ പകയ്ക്കാനോ അവരെ ഞെരുക്കാനോ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കർത്താവേ, ഈ സാഹചര്യത്തിന് നടുവിലും എന്നെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് ഉറപ്പും ധൈര്യവും കർത്താവേ നീ തരണമേ. വാടാതെ വീഴാതെ തളരാതെ നിൽക്കുവാൻ എനിക്കും എന്റെ കുടുംബത്തിന് കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ നിഷ്കളങ്കതയോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ ഹല്ലേലൂയ മടങ്ങി വരുമെന്നാണ് ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ഒത്തിരി അനുഭവത്തിൽ കൂടെ ഞാനത് കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പകച്ചവരോടുള്ള നമ്മുടെ മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. പകച്ചവരോട് നമ്മൾ പകയ്ക്കരുത്. ഹല്ലേലൂയ. ദൈവം അവരെ എന്ത് ചെയ്യും? പകയ്ക്കും. അത് വചനമാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് ദൈവം ചെയ്യുന്ന കാര്യമല്ല. ഇനിയും 86 സങ്കീർത്തനത്തിന്റെ 17 വാക്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ പകച്ചവരുടെ മുമ്പിൽ ഹല്ലേലൂയ പകയ്ക്ക് പാത്രമായി തീർന്ന നമ്മളെ ദൈവം എങ്ങനെ പരിഗണിക്കുന്നത് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ 86 17 വാക്യം. അപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. അപ്പൊ നമുക്ക് ഇതേ ഉള്ളൂ, കർത്താവേ, അല്ലെങ്കിൽ എന്നെ പകച്ചതുകൊണ്ട് അവർക്കൊരടയാളം കൊടുക്കണമെന്നല്ല. നമ്മൾ ചിലപ്പോ വേദന കൊണ്ട്, ആധിക്യം കൊണ്ട് ചിലപ്പോ അങ്ങനെ പ്രാർത്ഥിക്കും. കണ്ടോ, എന്നെ വേദനിപ്പിച്ചതുകൊണ്ട് അടയാളം കിട്ടിയത് അതല്ല. കർത്താവേ, എനിക്കൊരടയാളം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസ്തയോടെയാ ദൈവത്തെ സേവിച്ചതെന്ന്. ദൈവമേ, എനിക്കൊരു അഭിവൃദ്ധി, എനിക്കൊരു അനുഗ്രഹം, എനിക്കൊരു നേട്ടം, എനിക്കൊരു മാന്യത ദൈവസന്നിധിയിൽ അവിടുത്തെ കരങ്ങളിൽ നിന്ന് തരണമേ. ഇത് ഞാൻ പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരടയാളമാ. ഞാൻ നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിച്ചത് കൊണ്ട് ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ നിലനിർത്തി എന്ന് മറ്റുള്ളവരറിയാനും മറ്റുള്ളവർ മനസ്സിലാക്കാനും അത് കാരണമായി തീരും. ഹല്ലേലൂയ. മറ്റൊരാൾക്കൊരു അടയാളം കൊടുക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്കൊരു വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. ചില അവസരങ്ങളിൽ ദൈവമില്ലാത്ത ആളുകൾ സംസാരിക്കുന്ന വേളകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പറഞ്ഞത് പറഞ്ഞില്ലെന്നോ പറയാത്തത് പറഞ്ഞെന്നോ ഒക്കെ പറയുമ്പോ ദൈവമില്ലാത്ത ആളുകളുടെ സംഭാഷണത്തിൽ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, ഈ പറഞ്ഞ ആടമേല് ഇടുത്തി, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭാഷണത്തിന് കേൾക്കേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു, അതിനൊരു കൃപ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മൾ നശിപ്പിച്ചേന്. നമ്മൾ ചിന്തിക്കുന്ന ഞാൻ ഒരാൾ മാത്രം പരമാർത്ഥി, നമ്മൾ ഇടുത്തി അങ്ങ് വീഴ്ത്താനായി ആ ഹോൾസെയിലായിട്ടുള്ള അനുഗ്രഹം കിട്ടിയതുപോലെ അങ്ങനൊന്നും ദൈവം ആരുടെ മേലൊന്നും ഇടുത്തി വീഴത്തില്ല. അങ്ങനൊന്നും ചെയ്യാൻ ദൈവം ആരെയും സമ്മതിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, എന്നെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ, വെറുക്കുന്നവരുടെ മുമ്പിൽ കർത്താവേ എനിക്കൊരടയാളം തരണം. ഹല്ലേലൂയ. ഞാൻ ആരാണെന്ന്, ഞാൻ ആരെയാണ് സേവിക്കുന്നതെന്ന് മറ്റുള്ളവർ അറിയാണ്ടൊക്കെ വേണം. കർത്താവേ, എന്നെ മാനിക്കണമേ. അവർക്കെന്തെങ്കിലും ദോഷം വരാനല്ല, അവർക്കെന്തെങ്കിലും തകരാറ് വരാനല്ല, അവരുടെ മേൽ ദൈവകോപം വെളിപ്പെടാനല്ല, അവരുടെ മേൽ ദൈവത്തിൻ്റെതായ ന്യായവിധി വെളിപ്പെടാനല്ല. ഹല്ലേലൂയ. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും ബഹുമാനവും തോന്നിയ ഒരു മനുഷ്യനാണ് യോസഫ്, രണ്ടാമത് ദാവീദ്. ദാവീദ്
ശൗലിനോട് ഒരു പിണക്കവും ഉള്ളവനല്ല. എന്നാൽ ദാവീദിനോട് ശൗലിന് പിണക്കുണ്ടാക്കിയത് ലോകമനുഷ്യരാ. ദാവീദ് എവിടെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ ആള് വിടും. ആ ദാവീദ് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ ഏറിയയിലുണ്ട്, ഇപ്പൊ വന്നാ നിനക്ക് അവനെ പിടിക്കാം. അപ്പൊ വെറുതെ ഇരിക്കുന്ന ശൗലിനെ ഇളക്കിക്കൊണ്ട് വന്ന് ദാവീദിനെതിരെ അവനെ ഒരു സൈന്യമായി നിർത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇതര മനുഷ്യരൊക്കെ ചെയ്തത്. അങ്ങനെ പല പ്രാവശ്യം ദാവീദിനെ ശൗലിന്റെ കൈ കിട്ടി, ശൗലിനെ ദാവീദിന്റെ കൈ കിട്ടി. ആ അവസരങ്ങളിലൊക്കെ ദാവീദിന്റെ ചേവകര് പറഞ്ഞു, ഒരു നിമിഷം നീ ഒരു പെർമിഷൻ തന്നാ മതി, നിന്റെ ശത്രുവിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, ഞങ്ങൾ അവരെ കൊല്ലാമെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, പറ്റില്ല, ഹല്ലേലൂയ, യഹോവയുടെ അഭിഷക്തന്റെ നേരെ ഞാൻ കൈ ഓങ്ങയില്ല. ഇത് പറയുമ്പോൾ ശൗൽ ഒരു അഭിഷക്തനല്ല. ആ സമയത്ത് നമുക്കറിയാം അവന്റെ മേലുള്ള ആത്മാവ് നഷ്ടപ്പെട്ട് ദുരാത്മാവ് അവന്റെ മേലുള്ളത്. എങ്കിലും അവൻ പറയുന്നത് ഒരു കാലത്ത് അവനൊരു അഭിഷക്തനായിരുന്നു. എന്നാൽ അവിടെ ഈ ഒരു തെളിവിന് വേണ്ടി ദാവീദ് ചെയ്ത ഒരു കാര്യം, അവന്റെ അങ്കിയുടെ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ അഗ്രം എന്ത് ചെയ്തു? മുറിച്ചെടുത്തു. എന്നാൽ ആ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്ന പിന്നത്തേതിൽ അവന്റെ മനസാക്ഷി അവനെ കുത്തി തുടങ്ങി. അവൻ ആ കാര്യം പരസ്യമായിട്ട് ശൗലിനോട് പറയുമ്പോൾ പറഞ്ഞു, യജമാനനെ, ഒരു ചെള്ളിനെ പിന്തുടരുന്നത് പോലെ അല്ലെങ്കിൽ എന്റെ പിന്നാലെ ഇങ്ങനെ പുറപ്പെട്ടു വരുവാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്റെ പിന്നാലെ വരാൻ ഞാൻ എന്തു ദോഷമാ ചെയ്തേ? ഹല്ലേലൂയ. ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും എന്റെ ചേവകർ നിന്നെ തകർക്കാൻ അനുവാദം ചോദിച്ചിട്ട് ഞാൻ അവരെ വിലക്കിയതേ ഉള്ളൂ എന്നുള്ളത് പരമാർത്ഥം അറിയുന്ന ദൈവത്തിനറിയാം. എന്നാൽ നീ എന്നെ തകർക്കാൻ വേണ്ടിയാണ് ഈ കച്ചകെട്ടി നീ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ എന്റെ പക്കൽ ദ്രോഹമില്ലെന്നുള്ളത് നിനക്കറിയാം. അവിടെയും ശൗല് സന്ധി പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ പിന്നെയും ഇദ്ദേഹം പുറകെ വരിക. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെയുള്ളതായ സാഹചര്യങ്ങൾ അല്ലെ ലോകത്തിൽ നമുക്ക് കാണുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ ഒക്കെ നടുവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കൊരടയാളം, ഹല്ലേലൂയ, എനിക്കൊരടയാളം വേണം. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണ് കേട്ടോ. ഹല്ലേലൂയ, ഞാൻ ആ ദൈവത്തെ തന്നെയാണ് സേവിക്കുന്നതെന്ന്, ആ ദൈവത്തെ തന്നെ ഞാൻ വിളിക്കുന്നതെന്ന്, ആ ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നതെന്ന് മറ്റുള്ളവരൊന്ന് മനസ്സിലാക്കാൻ. ഹല്ലേലൂയ, ദൈവസ്ഥലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആ നിലയിലുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ അതരം ഒന്ന് തയ്യാറാകട്ടെ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാ. ഒത്തിരി ആളുകളുണ്ട് കർത്താവേ, അവരൊക്കെ പകയ്ക്കുന്നതിന്റെ കാരണം എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ദൈനംദിന ജീവിതത്തിൽ അത് ഏറി വരികയാ. ഒരു പക്ഷേ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ പ്രാണസ്നേഹിതൻ പോലും ഒരുപക്ഷെ കുതികാൽ ഉയർത്തുന്ന ഒരളവിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് അവിടെ ഒക്കെ ചെയ്യാനുള്ളത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, അവരുടെ മേൽ ദൈവകരം ഭാരമാകാൻ വേണ്ടിയല്ല. കർത്താവേ, ഇതിന്റെ ഒക്കെ നടുവിൽ വീഴാതെ നിൽക്കുവാൻ, പതറാതെ നിൽക്കുവാൻ, ദൈവകൃപയിൽ നിൽക്കുവാൻ അവിടുന്ന് എത്ര കാലം ഈ ഭൂമിയിൽ എന്നെ ആക്കിയിരിക്കുന്നു, അത്രയും കാലം വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപ കർത്താവേ എനിക്ക് തരണമേ. ഒരു വലിയ പുള്ളിയായില്ലെങ്കിലും കർത്താവേ, കൃപയിൽ നിൽക്കാൻ എനിക്ക് ഇടവരുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ ഓരോ ദൈവവൈതലിന്റെ ആദരങ്ങളിൽ നിന്നും ഉതിർന്നു വീഴുന്ന ദൈവത്തിന് സ്തോത്രം. അതിനപ്പുറത്ത് ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമില്ല. അതിനപ്പുറത്ത് ഒരു പ്രാർത്ഥന ചെയ്യാൻ വേദപുസ്തകം നമ്മെ അനുശാസിക്കുന്നില്ല. നമുക്ക് വേണ്ടത് നിഷ്കളങ്കതയോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. നിഷ്കളങ്കതയും നേരുമെന്നെ പരിപാലിക്കുമാറാകട്ടെ. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മെ മാനിക്കാൻ ദൈവം വിശ്വസ്തന. നിന്നെ ഞെരുക്കുന്നവരെ ഓർത്തു നീ ഭാരപ്പെടണ്ട. നിന്നെ ഞെരുക്കുന്നവരെ ദൈവം അറിയുന്നുണ്ട്. വചനം പറയുന്നു, അല്ലെ, അവരുടെ ഞെരുക്കം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. അവർ നിന്നെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. ദൈവവൈതലേ, അതെല്ലാം എന്റെ കർത്താവിനറിയാം. നാം പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. നീ ദൈവമുൻപാകെ വിശ്വസ്തയോടെ ജീവിച്ചാൽ മതി, പരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ജീവിച്ചാൽ മതി. ഈ കൈ മലർത്തുമ്പോൾ ഇതിനകത്തൊരു ദ്രോഹം കാണരുത്, ഇതിനകത്തൊരു അനീതി കാണരുത്. ദൈവത്തിന് സ്തോത്രം. അല്ലെ, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു ആലയം പണിയാൻ ഒത്തിരി ആഗ്രഹം തനിക്കുണ്ടായിരുന്നു, ഒത്തിരി ആഗ്രഹം.
അല്ലെങ്കിൽ വെറുതെയുള്ള ആഗ്രഹമല്ല, നല്ല മനസ്സോടുള്ള ആഗ്രഹവും. പണിയാനായി മനസ്സ് വെച്ചാൽ ഒരു നല്ല ആലയം പണിയുമെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, ഒരാലയം പണിയാൻ നിനക്കൊരാഗ്രഹം ഉണ്ടല്ലോ, അതൊക്കെ നല്ല കാര്യം. പക്ഷെ കുഞ്ഞെ, എനിക്ക് നിന്നെ കൊണ്ടത് ചെയ്യിക്കാൻ ഇഷ്ടമില്ല. എന്തെന്നറിയാമോ? നിന്റെ കൈ നിമിത്തം ഒത്തിരി രക്തം ഈ ഭൂമി വീണിട്ടുണ്ട്. നിന്റെ കയ്യിൽ രക്തം നിറഞ്ഞിരിക്കുകയാണ്. അത് കഴുകിക്കളയാൻ കഴിഞ്ഞാലും ഈ ഒരു കൃത്യം ചെയ്യാൻ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഹൃദയപ്രകാരമുള്ളവനെ കൊണ്ടാണെങ്കിലും ദൈവം ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. നീ ചോദിച്ചതൊക്കെ ഞാൻ നിനക്ക് നൽകി. നീ എവിടൊക്കെ ആലോചന ചോദിച്ചു പോയോ അവിടൊക്കെ ഞാൻ നിനക്ക് വിജയം നൽകി. നീ തൊട്ടതിലൊന്നിനും ഒരു പരാജയം കണ്ടിട്ടില്ല. അതെല്ലാം ശരിയാ. ആലയം പണിയാനുള്ള ആഗ്രഹവും നല്ലതാ. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. നീ അതിന് വട്ടം കൂട്ടിയാ മതി. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മകനുണ്ട്. അവന്റെ പേര് വരെ പറഞ്ഞു. അവന്റെ പേര് ശലോമോൻ എന്നായിരിക്കും. അവൻ എന്റെ നാമത്തിലൊരു ആലയം പണിയും. നിന്നെ കൊണ്ട് എനിക്കതിന് പ്ലാനില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവം അത്രമാത്രം ആ കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇത്രയൊക്കെ ക്ഷമിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദീർഘക്ഷമയുള്ള കർത്താവ്. എന്നാൽ ദാവീദേ, നിനക്കൊരാഗ്രഹം ഉണ്ടല്ലോ, ഞാനത് ഒപ്പുവെക്കുന്നെന്ന് പറഞ്ഞ ദൈവം ഒപ്പുവെച്ചില്ല. ദൈവം പറഞ്ഞ നല്ല കാര്യമാ, നീ പണിയുമെന്നും എനിക്കറിയാം. ഹല്ലേലൂയ. നിനക്ക് ആഗ്രഹമുണ്ടെന്നും നിന്നെ കൊണ്ട് പണി തുടങ്ങിയ തീർക്കാൻ പറ്റുമെന്നും എനിക്കറിയാം. പക്ഷേ ഈ ഒരൊറ്റ കാരണം കൊണ്ട്, ഹല്ലേലൂയ, നിന്റെ കൈ കൊണ്ട് ഒത്തിരി രക്തം ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അകാരണമായിട്ട് ഒത്തിരി രക്തം വീണിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ മുമ്പിൽ എനിക്ക് നിന്നെ കൊണ്ട് ഇത് എന്ത് ചെയ്യാനൊക്കത്തില്ല, ചെയ്യിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം മനസ്സലിവുള്ളവനാണ്, എന്നാൽ ചില വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. നീ പകയ്ക്കണ്ട, നീ ഞെരുക്കണ്ട. നീ വളരെ നല്ല മനസാക്ഷിയോട് ദൈവത്തെ സേവിച്ചാൽ മതി. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവെ, എന്നെ സഹായിക്കണേ എന്ന് ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് അതിരങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽക്കാലം ഒരുങ്ങുന്ന ദൈവമക്കൾ എന്നോട് ചേർന്നൊരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കുമോ? കർത്താവെ, എൻ്റെ ജീവിതത്തിലെ കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ അനവധിയാ. കാരണം കൂടാതെ എനിക്ക് ശത്രുക്കളായവർ അനവധിയാ. കാരണം കൂടാതെ എന്നോട് പൊരുതുന്നവർ അനവധിയാ. കർത്താവെ, ഹല്ലേലൂയ. കാരണം കൂടാതെ എൻ്റെ മുമ്പിൽ വല ഒളിച്ചു വെക്കുന്ന, കുഴി കുഴിക്കുന്ന പ്രിയപ്പെട്ടവർ അനവധിയാ. അതിന്റെ കാരണം എനിക്കറിയത്തില്ല. അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഞാനത് കാണുകയാ. ദൈനംദിന ജീവിതത്തിൽ അത് ഏറി വരിക. കർത്താവേ, എന്നെ നിലനിർത്തണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? ഇതിന്റെയൊക്കെ നടുവില് കർത്താവേ, ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് തളരാതെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇതിന്റെ ഒക്കെ നടുവില് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോറ്റുപോകാതെ വിശ്വാസത്തിൽ നിന്ന് കർത്താവേ, ഹല്ലേലൂയ, അകന്നു പോകാതെ വിശ്വാസ ജീവിതത്തിൽ തന്നെ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തെ ഒന്നുകൂടെ മുറുകെ പിടിക്കുവാൻ, പ്രതികൂലങ്ങൾ ഏറിയേറി വരുമ്പോൾ, ഭാരങ്ങൾ ഏറിയേറി വരുമ്പോൾ കർത്താവെ, അങ്ങയുടെ പാദപീഠം ഒന്നുകൂടെ ശരണമാക്കാൻ, ഒന്നുകൂടെ അങ്ങയുടെ പാദപീഠം മുറുകെ പിടിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. അവിടുത്തെ കരമൊന്ന് മുറുകെ പിടിക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമേ. താവേ, പതരാതെ നിൽക്കുവാൻ, തളരാതെ നിൽക്കുവാനുള്ള കൃപ ദൈവമേ എനിക്ക് തരണമേ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടങ്ങ് വാഴ്ത്തുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ മനോഹരമായ പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. താവേ, കാരണം കൂടാതെ ഞങ്ങളെ പകയ്ക്കുന്നവർ അനവധിയാ. അത് പെരുകി വരുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നു. പലപ്പോഴും അത് നിമിത്തം ഞങ്ങളുടെ മനസ്സ് തളരുന്നു, വേദനിക്കുന്നത് അങ്ങ് ഓർക്കണമേ കർത്താവേ. എങ്കിലും തളരാതെ നിൽക്കുവാൻ, ഇതിൻ്റെയൊക്കെ നടുവില് പിടിച്ചു നിൽക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ വിശ്വാസം കർത്താവേ, ക്ഷീണിക്കാൻ അനുവദിക്കല്ലേ. ഞങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. അവിടെ നിന്നൊരുക്കുന്ന ആ നിത്യതയ്ക്ക് വേണ്ടി ലക്ഷ്യബോധമുള്ളവരായി യാത്ര ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലെ ക്ഷണികമായ ആയുസ്സുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കുന്ന നിത്യത നഷ്ടപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, ഞങ്ങൾ നേടിയത് എന്തെന്ന് അറിയുന്നൊരു സമയമുണ്ടെന്ന് ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ ചെയ്യണമേ. പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതുപോലെ വേദനിക്കുന്ന ഹൃദയങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വേദനിക്കുന്ന വ്യക്തികളെയും മനസ്സുകളെ ഓർത്ത് കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ആശ്വാസം നൽകണമേ. അവരുടെ വേദനകൾക്ക്, അവരുടെ മുറിപ്പാടുകൾക്ക്
സ്വാതന്ത്ര്യം നൽകുവാൻ, അതിനെ പൊറിപ്പിക്കുവാൻ കർത്താവെ മാനുഷികമായി ഞങ്ങൾക്ക് കഴിയുകയില്ല. എങ്കിലും മുറിവുകളുടെ ആഴം അറിയുന്നവൻ, അതിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന കർത്താവെ, ആ മുറിവുകൾ ഉണക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമല്ലോ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഈ രാവിലെ സംസാരിച്ചതിനാൽ സ്തോത്രം. എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഇടപെട്ട വചനത്തിനായി സ്തോത്രം. കൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വീഴാതെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരമാർത്ഥതയോടെ, ഭയഭക്തിയോടെ അങ്ങേ പിൻപറ്റുവാൻ ഞങ്ങളെല്ലാം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ ബഹുമാനവും മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ ആദീനനായി നിസീമമ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ ആദീനനായി ഈ ഭൂമിയിൽ നിക്ഷേപമായി ഞാനെണ്ണി വന്ന സർവവും ഗണിച്ചിടുന്നു നഷ്ടമായി ഈ ദർശനം മുഖാന്തരം ദർശിച്ചിടുന്നു നഷ്ടമായി ഈ ദർശനം മുഖാന്തരം പ്രമോദമായി എന്നായുസിൻ സ്നേഹിച്ചവർത്ത കാര്യങ്ങൾ നികൃഷ്ടമേ നറിഞ്ഞകം വെടിഞ്ഞിടും ആശേഷവും നികൃഷ്ടമെന്നറിഞ്ഞകം വെടിഞ്ഞിടും ആശേഷവും നിസീമമ നിൻ സ്നേഹത്തെ പ്രകാശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ ദീനനായി ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ ആദീനനായി സാഷ്ടാംഗം വീണു പാദത്തിൽ വണങ്ങിടുന്നു ഭക്തിയിൽ നിനക്കും നിൻ പിതാവിനും മഹത്വം ദൈവാത്മാ
ദീനനാഥ